മഴ തോരും മുൻപേൽ അലീനയ്ക്ക് പനി തുടങ്ങി. അങ്ങനെ ബബിതയും കൃഷ്ണജയും കൂടി അലീനയെ ശുശ്രൂഷിക്കുകയൊക്കെയാണ്. അപ്പോഴാണ് കൃഷ്ണജ പറയാം, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ചേച്ചി, അത് മിസ്സാക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് ഡാൻസിന് പോവുകയാണ് എന്ന് പറഞ്ഞ് കൃഷ്ണജ റൂമിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ റൂമിലോട്ട് പോകുമ്പോൾ വൈജ അവിടെ വരും. വൈജ ചോദിക്കും, നീ എന്താണ് അമ്മയെ കണ്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നത്? അപ്പോൾ കൃഷ്ണജ നല്ല ചുട്ട മറുപടി പറയും, അമ്മ എനിക്കൊരു യുദ്ധത്തിന് നിൽക്കാൻ സമയമില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഓ, ഞാനെപ്പോഴും യുദ്ധത്തിന് വേണ്ടിയാണ് നിൻ്റെ അടുത്തേക്ക് വരാറല്ലേ? അല്ല, ഇവിടെ എന്തോ ഒരു തട്ടും മുട്ടലും ശബ്ദമൊക്കെ കേട്ടത്? അത് അമ്മയുടെ മോള് ബബിത ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയതിൻ്റെ ബഹളമാണ്. സാരമില്ല, കുറച്ച് ദിവസം കൂടി ഉണ്ടാവും, ഏറിപ്പോയ 2-3 ദിവസം, അത് കഴിഞ്ഞ് ശരിയാവും. അതെന്താ അവൾ അടുക്കളയിൽ കയറിയത്? ഇവിടുത്തെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളില്ലേ അടുക്കളയിൽ കയറാൻ, അത് അവൾ ചത്തോ എന്ന് ചോദിക്കും വൈജ. അല്ല, ചേച്ചിക്ക് പനിയാണ്. ഓ, ഭയങ്കര ശുശ്രൂഷയായിരുന്നല്ലോ രോഹിത്തിന്, അങ്ങനെ കിട്ടിയതാവും, നന്നായുള്ളൂ, കുറച്ച് മുൻപേ വരേണ്ടതായിരുന്നു, ഇപ്പോഴാണല്ലോ വന്നതെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി വൈജയനെ നോക്കിയിട്ട് റൂമിലോട്ട് കയറിപ്പോവും. ഇതേ സമയം ബബി രോഹിത്തിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ രോഹിത്ത് അവൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബബി തമാശയിൽ കളിയാക്കും, ആഹാ, കാണാത്ത കാഴ്ചകളൊക്കെയല്ലോ കാണുന്നത് എന്ന് പറയും. അല്ല, നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് കോളേജിൽ പൊക്കൂടെ എന്ന് പറഞ്ഞ് രോഹിത്തും മറുപടി ചോദിക്കും. അല്ല, എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരാൾക്ക് പനിയാണ്, ആ ആളെ ഉത്തരവാദിത്തത്തോടു കൂടി ഒരാൾ നോക്കാനിരുന്നാലല്ലേ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ആർക്കാ പനി? സംശയം എന്താ, നമ്മുടെ അലീന ചേച്ചിക്കാണ് പനി, രോഹിത്തേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ രോഹിത്തിനാകെ ടെൻഷനാവും. രോഹിത്തും ബബിതയും കൂടി അലീനയുടെ റൂമിൽ പോവും. തൊട്ട് നോക്കിയിട്ട് പറയും, ഓ, നല്ല പനിയുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഡോക്ടറെ വിളിക്കാം, അച്ഛൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്കും ഡോക്ടർ വരും. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയും, ഇത് വൈറൽ ഫീവറാണ്, നല്ലോണം റെസ്റ്റ് എടുക്കണം, ഹോസ്പിറ്റലിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറും, ഹോസ്പിറ്റലിൽ വരാൻ മടിയുള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഞാൻ മരുന്ന് എഴുതി തരാം, പക്ഷെ നന്നായി റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുക്കാതിരുന്നാൽ ഈ മരുന്നൊന്നും ഫലിക്കില്ല, അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങിപ്പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കും. എന്നതിന് ശേഷം ബാലചന്ദ്രൻ മരുന്ന് വാങ്ങണമല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് പറയും, നീ വരുമ്പോൾ മരുന്ന് വാങ്ങിയിട്ട് വാ. അപ്പം മനു പറയും, ഞാൻ എറണാകുളത്തേക്ക് പോവാണ്, ആർക്കാണ് അങ്കിൾ അവിടെ വയ്യാത്തത്? ഓ, അപ്പോൾ ബാലേന്ദ്രൻ പറയും, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വയ്യായികയായിട്ട് ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇത് അലീനയ്ക്കാണ് പനി എന്ന് പറഞ്ഞോടുകൂടി മനു എറണാകുളത്തേക്ക് പോകണ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് മരുന്നുമായിട്ട് ഇവരുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ രോഹിത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രോഹിത്തിനെ കണ്ടപ്പോൾ മനു ചോദിക്കും, നീ ഓക്കെ ആയോ രോഹി എന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത്ത് പറയും, അലീന ചേച്ചി തിരിച്ചു പിടിച്ച് തന്ന ജീവിതമാണ് എൻ്റെ. മുൻപ് ഞാനൊരു ശവശരീരം പോലെയായിരുന്നു, ഇപ്പോൾ ഞാൻ കുറേയൊക്കെ റിക്കവറായി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അലീനയുടെ റൂമിൽ പോവും. അങ്ങനെ മനുവിനെ സംസാരിക്കാൻ വേണ്ടി രോഹിത്ത് ആ റൂമിൽ നിന്ന് മാറിക്കൊടുക്കും. അപ്പം മനു ചോദിക്കും, എല്ലാവരും നിൻ്റെ വഴിക്കായോ? അപ്പോൾ അവൾ പറയും, അതെ, എല്ലാവരും എൻ്റെ അടുത്ത് ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്, ഒരാളൊഴികെ. ഓ, പൈജാമയുടെ ആവുമല്ലേ നിന്നെ സ്നേഹിക്കാത്തത് എന്ന് പറഞ്ഞ് മനു കളിയാക്കുകയാണ്. അപ്പോൾ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന അലീനയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡൊക്കെ തീരുകയാണ്. കൂടുതൽ പ്രൊമോ ഡീറ്റെയിൽസും എപ്പിസോഡ് വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.